ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കൂടി കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഡോക്ടർ കരുണയോട് അവളുടെ കുഞ്ഞു പോയ വിവരം അറിയിക്കാമെന്ന് സമ്മതിക്കുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞാൽ മോൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന ആശങ്ക പ്രതാപനും മുത്തശ്ശിക്കുമുണ്ട്. പിന്നീട് അങ്ങനെ ഡോക്ടർ കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടറെ കാണുന്നതും എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുണ ചോദിക്കുമ്പോൾ വീര്യം കൂടിയ പോയിസണാണ് കുട്ടിയുടെ അകത്ത് ചെന്നത്, തലനാരിഴയ്ക്കാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് ഡോക്ടർ പറയുമ്പോൾ ആ ഒരു വാർത്ത തന്നെ കരുണയ്ക്ക് വലിയ ഷോക്കാവുന്നുണ്ട്. തുടർന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്ന് കരുണ വീണ്ടും ചോദിക്കുമ്പോൾ മോളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ബോധമില്ലായിരുന്നു, അതിനിടയിൽ കുഞ്ഞും പോയി എന്നുള്ള നടുക്കുന്ന വാർത്ത കേട്ട് വയലൻ്റ് ആകുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ഡോക്ടർ സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി കരുണയ്ക്ക് സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തുന്നു. ശേഷം പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും ഉണ്ണിയുടെയും അടുത്ത് എത്തിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ആ കുട്ടിയുടെ മാനസിക നില ആകെ തകരാറിലായി, ഇവിടുത്തെ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ഇനി വേണ്ടിവരും, ആ കുട്ടിയെ ഇനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രയാസമായ കാര്യമാണ്, ആ കുട്ടി ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ എന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിക്കുവാണെങ്കിൽ ചില സംശയങ്ങൾ ഇതിനകം തന്നെ തോന്നുന്നുണ്ട്. അന്ന് പായസത്തിലോ ഭക്ഷണത്തിലോ വിഷം ചേർത്ത് അവർ തങ്ങളെ കൊല്ലാൻ നോക്കിയതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒടുവിൽ കണ്ണൻ ഒരു കാര്യം മഹിയോട് പറയുന്നു, അതായത് ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിരിക്കും, കരുണയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കും, തൻ്റെ അനിയത്തിയെ തനിക്ക് കരുണയ്ക്ക് കൊടുത്തൊരു ശിക്ഷയായിരിക്കും. അങ്ങനെയാണെങ്കിൽ തനിക്ക് നല്ലൊരു അനിയത്തിയെ തന്നെ, സ്നേഹമുള്ള തന്നെ മനസ്സിലാക്കുന്ന ഒരു അനിയത്തിയെ കിട്ടുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ പ്രതാപനും മുത്തശ്ശിക്കും ഉണ്ണിക്കും ഇടയിലുള്ള ആ ഒരു ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുന്നുണ്ട്. ശേഷം മുത്തശ്ശിയും പ്രതാപനും കൂടി കരുണയെ ചെന്ന് കാണുന്നു. അപ്പോൾ അവരെ കാണുന്നതും അവളെ കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി കൊന്നു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കിനി നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ ശരിക്കും ഒരു മുഴുഭ്രാന്തിയെ പോലെയൊക്കെയാണ് കരുണ പെരുമാറുന്നത്. പിന്നീട് പ്രതാപൻ അടങ്ങാത്ത പകയുമായിട്ട് വീട്ടിലെത്തി മോഹിനിയോട് പിറന്നാൾ ദിവസം എന്താടി സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മഹാലക്ഷ്മി വന്ന് പ്രതാപനെ തടയുകയും തുടർന്ന് പിറന്നാൾ ദിവസം നടന്നതെല്ലാം പ്രതാപനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം പ്രതാപന് മനസ്സിലാകുന്നത്. വീണ്ടും പ്രതാപൻ നിന്റെ അനിയത്തി ഒരമ്മയാകാൻ പോകുന്നു എന്നുള്ള അസൂയയിൽ നീ ചെയ്തതാണ് ഇതൊക്കെ, ഒരു കൊലയാളിയുടെ മനസ്സ് നിനക്കുണ്ട് എന്നെല്ലാം പ്രതാപൻ വീണ്ടും കുറ്റം മഹിയുടെ നേരെ ആരോപിക്കുമ്പോൾ കൊലപാതകയുടെ മനസ്സ് നിങ്ങൾക്കാണെന്നും എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാനത് മനസ്സിലാക്കിയതാണെന്നും കണ്ണൻ്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയതും നിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ മുന്നിൽ വെച്ച് തന്നെ സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി പ്രതാപനോട്. അപ്പോൾ മോഹിനിക്കും ആ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നുള്ള കാര്യം പ്രതാപനെ ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എനിക്ക് വിശ്വനാഥനെയും ഒന്നും അറിയില്ല, പിന്നെ എങ്ങനെ ഞാൻ അയാളോട് പ്രതികാരം തീർക്കാനാണെന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യത്തിന് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ നോക്കിയാൽ ഞാൻ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറയും എന്നൊരു താക്കീത് പ്രതാപന് നൽകുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ പ്രതാപൻ പോയതിന് ശേഷം ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത് എനിക്ക് പേടിയാകുന്നു മോളെ. കരുണയ്ക്ക് മോളോടുള്ള ദേഷ്യം ഇരട്ടിക്കും, കരുണയ്ക്ക് മാത്രമല്ല പ്രതാപനും അമ്മയ്ക്കുമൊക്കെ. കാരണം മോളെ കുത്തി നോവിക്കാനും വേദനിപ്പിക്കാനുമായിട്ടാണ് കരുണ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നിരുന്നത്. ഇനിയും കണ്ണനെയും മോളെയും അപായപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കും. അല്ലെങ്കിൽ എൻ്റെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരു ചതി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതായിരുന്നു മോളെ. മോളുടെ കണ്ണീര് കാണാനായിട്ട് അവരെന്നെ പോലും കൊല്ലാൻ മടിക്കില്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തക്ക തിരിച്ചടികൾ കിട്ടുന്നുണ്ടല്ലോ അമ്മേ. അല്ലെങ്കിൽ ആ സന്യാസി വര്യൻ അമ്മയുടെ പിറന്നാൾ ദിവസം എന്നെയും കണ്ണേട്ടനെയും രക്ഷിക്കാൻ എവിടെ എത്തിയത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അമ്മയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് പ്രതാപൻ വാമനെ കാണാനായിട്ട് ചെല്ലുന്നു. തുടർന്ന് എന്തായി പ്രതാപ, കരണമാൾക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് വാമൻ ചോദിക്കുമ്പോൾ എന്ത് പറയാനാ വാമേട്ടാ, മോളുടെ കുഞ്ഞു പോയി എന്ന് പറയുമ്പോൾ വാമനും പ്രതാപനും സീമതിനെയും അത് കേട്ട് ഞെട്ടുന്നുണ്ട്. ഇത് തന്നെയാണോ എൻ്റെ കാര്യത്തിലും സംഭവിച്ചത്, അവൾ തട്ടുപൊളിഞ്ഞ് താഴെ വീഴുന്നത് കണ്ട് സന്തോഷിക്കാൻ കാത്തിരുന്നു, ഒടുവിൽ ഞാൻ വീൽ ചെയറിലായി എന്ന് വാമൻ പറയുമ്പോൾ അവൾ മോഹിനിയുടെ പിറന്നാൾ ദിവസം ഞാൻ അവളെയും കണ്ണനെയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന കാര്യത്തിലും അവർക്ക് സംശയമുണ്ട്. അതിനിടയ്ക്ക് എവിടെ നിന്നോ ഒരു സന്യാസി വന്നതാണ് നമ്മൾ വിചാരിച്ചതൊന്നും നടക്കാതെ പോയത് എന്നെല്ലാം പ്രതാപൻ നടന്നതെല്ലാം വാമനോടും മേഘനോടും സീമതിനോടായിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രതാപ, അവൾ വെറും മനുഷ്യ സ്ത്രീയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടിയവളാണ്, അതുകൊണ്ടാണ് അവളെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ളവർ തക്ക സമയത്ത് വരുന്നത് എന്ന് വാമൻ പറയുമ്പോൾ മോളുടെ കാര്യമാണ് കഷ്ടം,
അവൾക്കിപ്പോൾ ഞാനും അമ്മയൊക്കെ ശത്രുസ്ഥാനത്താണ്. ലക്ഷ്മിയെ കൊല്ലാൻ നോക്കി മോളുടെ കുഞ്ഞ് പോയതിൻ്റെ ദേഷ്യം മുഴുവൻ മോൾക്ക് ഞങ്ങളോടുണ്ട്. അതുമാത്രമല്ല കണ്ണൻ്റെ അച്ഛൻ്റെ കൊലയാളി ഞാനാണെന്ന സത്യം മനസ്സിലാക്കിയിട്ടാണ് അവൾ നടക്കുന്നത്. മോഹിനിക്കും അതൊക്കെ അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവൾ കണ്ണനെ എല്ലാം അറിയിക്കും എന്ന് പ്രതാപൻ പറയുമ്പോൾ കണ്ണനെങ്ങാനും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം നമ്മളകത്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്നുണ്ട് കേട്ടോ വാമൻ. കരുണയാണെങ്കിൽ സെഡേഷൻ്റെ മയക്കത്തിൽ നിന്നും ഉണരുന്നതും വീണ്ടും വയലൻ്റ് ആവുന്നുണ്ട്. കടിച്ചു കയറാനുള്ള ദേഷ്യമുണ്ട് കരുണയ്ക്ക്. പിന്നീട് കരുണയെ കൗൺസിലിങ്ങിലൂടെ അവളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് കരുണയെ കൊണ്ടുവരാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണ സമനില തെറ്റിയതുപോലെ തന്നെയാണ് കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് പ്രതാപനോടും മുത്തശ്ശിയോടായിട്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. ആ കുട്ടിയെ ഉപദേശം കൊണ്ട് നേരെയാക്കി എടുക്കാനൊന്നും കഴിയില്ല. ആ കുട്ടിയെ കുറച്ച് നാളത്തേക്കെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി സൈക്യാട്രിസ്റ്റ് പറയുമ്പോൾ അവരെല്ലാ അർത്ഥത്തിലും തകർന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സീമന്തിനി മേഘനോടായിട്ട് പറയുന്നുണ്ട്, ആ കൊച്ചിൻ്റെ കാര്യം കഷ്ടം തന്നെ. കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ജനിക്കേണ്ട കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടത്. ഈ സമയത്ത് അവൾ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ അതുകൊണ്ടിപ്പോൾ ലാഭം ഉണ്ടായത് നമുക്കാണമേ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കരുണ ഇനി എന്തായാലും വെറുതെ ഇരിക്കില്ല. മഹാലക്ഷ്മിയെ കരയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കരുണ ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അതിനുശേഷം കരുണയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കരുണയാണെങ്കിൽ ആ സെല്ലിനുള്ളിൽ കിടന്ന് ഭ്രാന്തിയെ പോലെ ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെ മാനസിക നില തെറ്റി അലറി നിലവിളിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഹിയാണെങ്കിൽ അമ്പലത്തിലെത്തുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അനിയത്തിയല്ലേ കരുണ, അവളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് മഹി എത്തിയിരിക്കുന്നത്. അങ്ങനെ പതിവ് പോലെ തൊഴുതിറങ്ങുന്നത് മഹാലക്ഷ്മി നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട്. തുടർന്ന് അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മ പറഞ്ഞയച്ച സിദ്ധൻ വീട്ടിൽ വന്നിരുന്നു എന്നും അദ്ദേഹം എനിക്കും കണ്ണേട്ടനും ഭസ്മിട്ട് ജപിച്ച പായസം തന്നു എന്നും പക്ഷേ അത് കഴിച്ച് പിറ്റേ ദിവസം വയറിന് ചില അസ്വസ്ഥതകൾ തോന്നിയെന്നും അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പിച്ചെന്ന് വെച്ച് ഓടി നടക്കേണ്ട കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ എന്ന് കരുതി സന്തോഷിച്ചതാണ്. എന്തായാലും ദൈവം അവളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യേണ്ടിയിരുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി അമ്മയുടെ മുന്നിൽ സങ്കടപ്പെടുമ്പോൾ മോള് പറഞ്ഞ സന്യാസി വര്യൻ ഭസ്മയിട്ട പായസം തന്നത് മോളുടെയും കണ്ണൻ്റെയും നല്ലതിന് വേണ്ടിയാണെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും ആകും, ഒന്നല്ല ഇരട്ട കുഞ്ഞുങ്ങളാണ് മോൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ആ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ലാളിക്കാനുള്ള ഭാഗ്യമാണ് മോൾക്കിനി വരാനായിട്ട് പോകുന്നത്. അതിനി അധികം താമസമില്ല. അതിന് വേണ്ടിയിട്ട് മോള് തയ്യാറെടുത്തോളൂ എന്നും സിദ്ധിയായിട്ടുള്ള അമ്മ ഒരു പ്രവചനം പോലെ മഹിയോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ആ വാക്കുകൾക്ക് മുൻപിൽ അറിയാതെ കൈകൂപ്പി പോവുകയാണ് കേട്ടോ മഹി. അങ്ങനെ മഹാലക്ഷ്മി ഒരമ്മ കൂടി ആയിക്കഴിഞ്ഞാൽ കരുണയ്ക്ക് ഇപ്പോഴുള്ള ഒരു ഭ്രാന്ത് മൂർച്ഛിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കരുണ ഇനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതിനി ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എന്തായാലും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഇനി അമ്മ പറഞ്ഞതുപോലെ നല്ല സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്